നമ്മുടെ ബിഗ് ബോസിൻ്റെ പൊടിമഴ എന്ന ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആര്യനാണ് ഈ ടാസ്കിൽ വീണ്ടും ജയിച്ചിരിക്കുന്നത്. പക്ഷേ തൊട്ടു പുറകെ നൂറയുണ്ട്. നൂറയുടെ വിൽ പവർ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ബോള് വീണത് നൂറയുടെ ആ ഒരു പ്രോപ്പർട്ടിയിലാണ്. അത്രയ്ക്ക് വെയിറ്റ് സഹിച്ച് പിടിച്ചിട്ട് നൂറ അത് പിടിച്ച് നിന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് അടിപൊളിയായിരുന്നു നൂറയുടെ കളി. ഏറ്റവും ഗെയിം കളിച്ചത് നൂറ തന്നെയാണ്. കാരണം ആര്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആര്യൻ്റെ അടുത്തോട്ട് വരുന്ന ബോൾ ആര്യൻ ഒരു സ്പോട്ട്മാൻ ആയതുകൊണ്ട് ആര്യൻ അത് തിരിച്ച് കൈ പിടിച്ചിട്ട് തിരിച്ചെറിയുന്നുണ്ടായിരുന്നു. പ്ലസ് ആര്യൻ്റെ മുകളിലെ പ്രോപ്പർട്ടിയിൽ വീണ ബോൾ പലവട്ടം ആര്യൻ താഴെ കളഞ്ഞായിരുന്നു. ബിഗ് ബോസ് 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തത് ആര്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പലവട്ടം ആര്യൻ ചെയ്തായിരുന്നു, ഫൗള് കാണിച്ചായിരുന്നു. പക്ഷേ ഒരു ലാസ്റ്റ് ഒരു മൂമെൻറ്റ് മാത്രമാണ് നൂറയുടെ കയ്യിൽ നിന്ന് 2 ബോൾ വീണത്. പക്ഷേ നൂറ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചു. നൂറയുടെ ആ ഒരു ലാസ്റ്റ് ബോൾ വീഴുന്ന ഭാഗം കണ്ടാൽ അറിയാം. അപ്പം ആദ്യം വീണത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഷാനവാസ് പലരെ എറിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ അനീഷ് താഴെ വീണു. അനീഷ് താഴെ വീണതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ എറിഞ്ഞ് നെവിനെ ഇട്ടു. നെവിനെ ഇറങ്ങിയതിന് ശേഷം ഒരു ഒന്നൊന്നരയായിരുന്നു. നെവിൻ അങ്ങ് അനുമോളെ ടാർഗറ്റ് ചെയ്ത് കൊന്ന് അടുത്ത് പോയി നിന്ന് കയറിയുമായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പലവട്ടം അനൗൺസ് ചെയ്തിട്ട് നെവിൻ അത് കേൾക്കാതെ അനുമോളുടെ അടുത്ത് പോയി എറിയുമായിരുന്നു. അതിനുശേഷം അനുമോൾ പിന്നെയും കുറേ പിടിച്ച് നിന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇറങ്ങിയത് നമ്മുടെ സാബുമാനായിരുന്നു. സാബുമാനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. സാബുമാൻ്റെ കൈ അത് ഓൾറെഡി സാബുമാൻ പറഞ്ഞു സാബുമാൻ്റെ എത്തുന്നില്ലായിരുന്നു. അത് കുറച്ച് ഹൈറ്റിലായിരുന്നു ആ സംഭവം നിന്നത്. അതൊരു പ്രോപ്പർട്ടി അത് കാണിച്ചതൊരു ഇതായിപ്പോയി. എല്ലാവർക്കും താത്തി കൊടുത്തു. പക്ഷേ സാബുമാന് സ്റ്റിൽ അതേപോലെ തന്നെ വെച്ചേക്കുമായിരുന്നു ബിഗ് ബോസ്. അത് കുറച്ച് ഫെയർ ആയിട്ട് തോന്നിയില്ല. അതിനുശേഷം പിന്നെ ഈ സാബുമാന് ശേഷം ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ആദിലയായിരുന്നു. ഇവരെല്ലാവരും കൂടെ നല്ല വൃത്തിക്ക് നമ്മുടെ അക്ബറിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബർ കുറേ ട്രൈ ചെയ്തു, അക്ബറിനെ കുറേ വട്ടം ടാർഗറ്റ് ചെയ്തു. പിന്നെ അക്ബറിന് ഗതികെട്ട് അക്ബറും ഇറങ്ങി. പിന്നെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ അനുമോളെ അതേപോലെ ആര്യനെ നൂറെ 3 പേരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു. നെവിൻ കുറേ അനുമോളെ ഉപദ്രവിച്ചു, കുറേ നടന്ന് അങ്ങ് കൊല്ലുമായിരുന്നു. ലാസ്റ്റ് നെവിന് ടയേർഡായിട്ട് നെവിൻ പോയി മാറിയിരുന്നു. അതിനുശേഷം ഈ അക്ബർ ഒരുപാട് ബോൾസ് ഓൾറെഡി അനീഷേട്ടൻ കുറേ ബോൾസ് നൂറയുടെ ആ ഒരു പ്രോപ്പർട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അക്ബറും അതേപോലെ തന്നെ കുറേ ബോൾസ് എണ്ണി എനിക്കൊന്ന് 15-20 ബോൾസ് അക്ബർ പിന്നെയും ഓൾറെഡി കിടന്ന ബോൾസ് കൂടാതെ അക്ബർ പിന്നെയും ബോൾസ് നൂറയുടെ അതിനകത്ത് എടുത്തിട്ടു. ആര്യൻ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ബോൾസ് വീഴുന്നത് തട്ടി താഴോട്ട് കളയുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് നല്ല സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അങ്ങനെ 1-2-3 വട്ടമൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. പിന്നെയും ആര്യൻ അത് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ബോൾ കളയാൻ പാടില്ല. പക്ഷേ നൂറ് അങ്ങനെ ചെയ്തിട്ടില്ല. നൂറ് അവസാനം വരെയും നൂറയ്ക്കുണ്ടായിരുന്ന അത്രയും ബോളുകളും ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നൂറ നിന്നു. ആര്യൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. പിന്നെ ആദില കുറേ ആര്യനെ ഫോക്കസ് ചെയ്തു, എറിയാൻ ടാർഗറ്റ് ചെയ്തു. പക്ഷേ ആദിലയ്ക്കൊന്നും ബോൾ ആര്യൻ്റെ ആ ഒരു ബാസ്ക്കറ്റിലോട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലോട്ട് കൃത്യമായിട്ട് ഇടാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ അക്ബറിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നൂറയുടെ ബാസ്ക്കറ്റിലോട്ട് പെട്ടെന്ന് ബോൾ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിമം അക്ബർ യൂസ് ചെയ്തു. അവർ നന്നായിട്ട് എറിഞ്ഞു, 2 പേരും നല്ല രീതിക്ക് എറിഞ്ഞു, എല്ലാവരും എറിഞ്ഞു. ലാസ്റ്റ് എല്ലാവരും പോയി ടയർഡായിട്ടിരുന്നു. പിന്നെ ആദിലയും അക്ബർ മാത്രമായി. അങ്ങനെ ഒരുപാട് ബോൾസ് ഇട്ടിട്ട് നൂറയ്ക്ക് അങ്ങോട്ട് പറ്റാണ്ടായി. നൂറയ്ക്ക് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടായപ്പോഴത്തേക്ക് നൂറ ഓട്ടോമാറ്റിക്കലി കൈവിട്ടു. അതിനുശേഷം നൂറ കൈവിട്ടതിന് ശേഷം പിന്നെ ആര്യനും കൈവിടുമായിരുന്നു. അങ്ങനെ ആര്യൻ ജയിച്ചു. നൂറയ്ക്ക് 2nd റാങ്ക്. ഒരു മാർക്കിൽ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് നൂറ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തടുത്ത ഗെയിംസ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും മറിയോ എന്നുള്ളത്. ഇപ്പോഴും നിലവിലെ ടോപ്പിൽ നൂറ, 2nd ആര്യനാണ്. നെവിൻ്റെയും അക്ബറിൻ്റെയൊക്കെ സ്ഥാനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്ന് കാണാൻ സാധ്യതയുണ്ട്.